ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു കോഡിംഗ് മെൻറ്റസ് യൂട്യൂബ് ചാനൽ. ഇത് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഫ്ലട്ടറിൻ്റെ ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് എങ്ങനെ നമുക്ക് സെറ്റപ്പ് ചെയ്യാമെന്നാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിനകത്ത് മിനിമം നമുക്കറിയാം Windows 7 ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മുടെ വിൻഡോസ് മെഷീനിലാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ Windows 7 ഓപ്പറേറ്റിംഗ് സിസ്റ്റം എങ്കിലും വേണം, അല്ലെങ്കിൽ അതിനേക്കാളും ലേറ്റർ ആയിട്ടുള്ള ഏത് OS ആണെങ്കിലും പ്രശ്നമില്ല. പിന്നെ 64-ബിറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കണം. പിന്നെ ഡിസ്ക് സ്പേസ് വേണ്ടത് നമ്മുടെ ഫ്ലട്ടറിൻ്റെ SD ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് 400 MB ഫോർ ഫ്ലട്ടർ ഉള്ളിയാണ്. ഓക്കെ, അത് കൂടാതെ തന്നെ നമുക്ക് അഡീഷണലായിട്ട് ഇതിൻ്റെ ഡാർട്ടിൻ്റെ സ്റ്റേക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ, വിഷ്വൽ സ്റ്റുഡിയോ കോഡ്, അങ്ങനത്തെ പിന്നെ ഇതിൻ്റെ എക്സ്റ്റേണൽ പാക്കേജസ്. ഓക്കെ, ഇതൊക്കെ ആയിട്ട് നമുക്ക് എക്സ്ട്രാ സ്പേസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് എപ്പോഴും ഒരു 10 GB സ്പേസ് എങ്കിലും മിനിമം ഫ്രീ സ്പേസ് ആക്കി ഇട്ടേക്കുക ഫ്ലട്ടറിന് വേണ്ടിയിട്ട് മാത്രം. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് തന്നെ ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്യണം. ഗിറ്റ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു URL-ലോട്ട് വരാം. ഈ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് ഈ ഒരു ലിങ്കിലോട്ട് വരാം. ഇവിടെ നിന്ന് നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതായത് 64-ബിറ്റ് ആണെങ്കിൽ 64-ബിറ്റിൻ്റെ വിൻഡോസ് സെറ്റപ്പ്. ഓക്കെ, ഈ ലിങ്ക് തന്നെ ചൂസ് ചെയ്യുക. ഇവിടെ താഴെ 64-ബിറ്റിൻ്റെ തന്നെ വിൻഡോസ് പോർട്ടബിൾ ഉണ്ട്, പക്ഷേ നിങ്ങൾ ഈ ഒരു വിൻഡോസ് സെറ്റപ്പാണ് ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, സ്റ്റാൻഡേർഡ് ഇൻസ്റ്റാളർ. എന്നിട്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ഫയൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾക്കൊരു exe ഫയൽ, അതായത് ഗിറ്റിൻ്റെ exe ഫയൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഫോൾഡറിനകത്ത് നിങ്ങൾക്ക് ഓരോ ഡൗൺലോഡ്സിൽ കിട്ടും. ഓക്കെ, ഇതാണ് ആ ഒരു ഫയൽ. ഇതിന് നിങ്ങൾ സിമ്പിൾ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ആ ഇൻസ്റ്റാൾ ചെയ്ത ഫയലിന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ പെർമിഷനായിട്ട് കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് കൊടുക്കുക. ഇനി ഇതിനെ ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുക. നിങ്ങൾക്ക് എക്സ്പെരിമെൻ്റ് ഓക്കെ സപ്പോർട്ട്. ഓക്കെ, ഈ രണ്ട് നമുക്ക് ആവശ്യമില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ജസ്റ്റ് ഇൻസ്റ്റാൾ കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതാണ് ഗിറ്റ്, അതുകൊണ്ട് ഞാൻ അവിടെ ക്യാൻസൽ കൊടുക്കുകയാണ്. ഒരു പ്രോസസ്സ് കഴിയുമ്പോൾ ഗിറ്റ് ഇൻസ്റ്റാൾ ആണെന്ന്. ഓക്കെ, അടുത്ത് വരുന്നതാണ് ഇൻസ്റ്റാൾ ഫ്ലട്ടർ SDK. ഓക്കെ, ഇവിടെ നമുക്ക് ഫ്ലട്ടർ SDK ഡൗൺലോഡ് ചെയ്യണം. ഫ്ലട്ടർ SDK ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടതാണ് നമ്മുടെ എൻവയോൺമെൻറ്റ് വേരിയബിൾ സെറ്റ് ചെയ്യുക. ഇവിടെ നമ്മൾ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത് ഗിറ്റിൻ്റെയും എൻവയോൺമെൻറ്റ് വേരിയബിൾ നമുക്ക് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഫ്ലട്ടറിൻ്റെ എൻവയോൺമെൻറ്റ് വേരിയബിൾ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അതിൻ്റെയും ആദ്യം ഫ്ലട്ടറിൻ്റെ SDK ഡൗൺലോഡ് ചെയ്യും. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വെബ്സൈറ്റിലോട്ട് വരാം. ഈ ഒരു വെബ്സൈറ്റിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, ഇതിനകത്ത് ഫ്ലട്ടർ വിൻഡോസ് 3.13. ഓക്കെ, ഈ ഒരു സ്റ്റേബിൾ വേർഷൻ ഇതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലട്ടറിൻ്റെ വേർഷൻ. എപ്പോൾ നമ്മൾ കയറിയാലും ഇവിടെ കാണുന്ന ഈ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു സ്റ്റേബിൾ വേർഷൻ്റെ ഈ ഒരു മെത്തേഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് ഡൗൺലോഡ് ആവും. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തതാണ്. ആ ഡൗൺലോഡ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗൺലോഡ്സിൻ്റെ ഫോൾഡറിനകത്ത് ഇങ്ങനൊരു ആ ഒരു സിപ്പ് ഫയൽ അവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇതിനെ നിങ്ങൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എക്സ്ട്രാക്റ്റ് കൊടുക്കുക. എന്നിട്ട് ഇതിനെ നിങ്ങൾ നിങ്ങളുടെ ഡിസ്ക് TCയിൽ ലോക്കൽ ഡിസ്ക് Cയിൽ സ്റ്റോർ ചെയ്യുക. ഓക്കെ, എന്താ C ഡ്രൈവ് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഓക്കെ അടിക്കുക. അപ്പോൾ ഇത് എക്സ്ട്രാക്റ്റ് ആയിട്ട് ആ ഒരു ഇതിലോട്ട് വരും. ഓക്കെ, ഇത് എക്സ്ട്രാക്റ്റ് ആയിട്ട് നമുക്കിപ്പോൾ ഇനി C ഡ്രൈവിൻ്റെ അകത്ത് ഫ്ലട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൾഡർ ഇത് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, നമ്മുടെ എക്സ്ട്രാക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് C ഡ്രൈവിലോട്ട് വരാം. ഇവിടെ നമുക്ക് ഫ്ലട്ടർ എന്ന് പറഞ്ഞിട്ട് വേറൊരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് ആയിട്ട് നമുക്ക് കാണാം. ഇതിനകത്ത് കയറി കഴിയുമ്പോൾ നമുക്ക് ബിൻ എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ഉണ്ട്, അത് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഈ ഒരു പാത്ത് നിങ്ങൾ കോപ്പി ചെയ്യും. ഓക്കെ, ഈ ഒരു പാത്ത് കോപ്പി ചെയ്തിട്ട് നമ്മൾ വിൻഡോസിൻ്റെ ഓപ്ഷൻ ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് എൻവയോൺമെൻറ്റ് വേരിയബിൾ സെർച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എഡിറ്റ് ദ സിസ്റ്റം എൻവയോൺമെൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കിട്ടും. അതിൻ്റെ അകത്തോട്ട് പോവാം. ഇതിനകത്ത് അങ്ങനത്തെ ഈ ഒരു എൻവയോൺമെൻറ്റ് വേരിയബിളിൻ്റെ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഈ സിസ്റ്റം വേരിയബിൾസിൻ്റെ അണ്ടറിലുള്ള പാത്ത് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ഉണ്ട്, ഇത് സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിനെ എഡിറ്റ് ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു ന്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു നിങ്ങൾ കോപ്പി ചെയ്ത പാത്തിനെ പേസ്റ്റ് ചെയ്യുക. ഞാൻ ആ പാത്ത് ഇവിടെ മേളിലുണ്ട്, ഇവിടെ ഞാൻ ഓൾറെഡി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനെ പേസ്റ്റ് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. ഇവിടെ ഓക്കെ കൊടുക്കാം, ഇവിടെ ഓക്കെ കൊടുക്കാം. അപ്പോൾ ഇനി അടുത്ത് ചെയ്യാനായിട്ടുള്ളത് ഡിപ്പെൻഡൻസി ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളതാണ്. അതായത് ഫ്ലട്ടറിൻ്റെ ഒരു ലൈസൻസ് ഉണ്ട്. ഫ്ലട്ടർ ഉപയോഗിച്ച് നമുക്ക് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ എല്ലാ പാക്കേജസിനെ ആക്സസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമുക്കിവിടെ ഈ ഒരു കമാൻഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു കമാൻഡ് നമ്മൾ പാത്ത് വേരിയബിൾ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ
നമുക്കിവിടെ CMD അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ കമാൻഡ് പ്രോംപ്റ്റിൻ്റെ ഔട്ട്. കമാൻഡ് പ്രോംപ്റ്റിൻ്റെ അകത്ത് നമുക്കിനി ഫ്ലട്ടറിനെ ആക്സസ് ചെയ്യാൻ പറ്റും. നിങ്ങളെല്ലാം ഫ്ലട്ടറിൻ്റെ SDK കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളിവിടെ ചുമ്മാ ഫ്ലട്ടറിന് ടൈപ്പ് ചെയ്ത് വെക്കാം, എന്നിട്ട് എൻ്റർ അടിക്കാം. അപ്പോൾ നിങ്ങൾക്കിവിടെ ഫ്ലട്ടറിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് കിട്ടും. ഫ്ലട്ടറിൻ്റെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇവിടെ ഫ്ലട്ടർ ക്രിയേറ്റ് ഇന്ന കമാൻഡ് കൊടുക്കുക, ഇന്ന് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ഇതൊക്കെ വരുന്നുണ്ടെങ്കിൽ ഫ്ലട്ടർ പ്രോപ്പർലി ഇൻസ്റ്റാൾഡ് ആണെന്നാണ് അർത്ഥം. അല്ലെങ്കിൽ ഫ്ലട്ടർ നോട്ട് റെക്കഗ്നൈസ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാണിംഗ് മെസ്സേജ് ആയിരിക്കും എനിക്ക് കിട്ടാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫ്ലട്ടർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫ്ലട്ടർ ഡോക്ടറിൻ്റെ ഈ ഒരു കമാൻഡ് അടിക്കാം. അതായത് ഫ്ലട്ടർ ഡോക്ടർ --- ആൻഡ്രോയിഡ് ലൈസൻസ്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ എൻ്റർ അടിക്കാം. ഈ ഒരു കമാൻഡ് നിങ്ങളുടെ ഈ ഒരു ലൈസൻസിനെ അക്സെപ്റ്റ് ചെയ്യിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നമ്മുടെ ലൈസൻസ് അക്സെപ്റ്റഡ് ആയിട്ടുണ്ട്. നമുക്ക് കാണാം all SDK പാക്കേജ് ലൈസൻസസ് അക്സെപ്റ്റഡ്. ഓക്കെ, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ക്ലോസ് ചെയ്യാം. ഓക്കെ, അതായത് നമ്മുടെ ഡിപ്പെൻഡൻസ് ഫ്ലട്ടറിൻ്റെ മെയിൻ ആയിട്ടുള്ള ഡിപ്പെൻഡൻസ് നമ്മൾ ആഡ് ചെയ്യും. ഇനി നമുക്ക് ചെയ്യേണ്ടത് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിനകത്ത് പോയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ ഡൗൺലോഡ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് ഡൗൺലോഡ് നൗ എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ ഉണ്ട്, ഓപ്ഷൻ ഉണ്ട്. ഇവിടെ പോവുക. ഇതിനകത്ത് നിങ്ങൾക്ക് ഇവിടെ കണ്ടു ഡൗൺലോഡ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ജിറാഫെ. ഇവിടെ ഓരോ വേർഷൻ്റെ അകത്തും ആൻഡ്രോയിഡ് സ്റ്റുഡിയോൻ്റെ ഓരോ വേർഷനും ഓരോ എനിക്ക് നെയിം പോലെ ഇവർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവരൊരു കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് പോളിസീസ് ഒക്കെ പറയാം. അപ്പോൾ നമ്മളിതിനെ ഈ ഒരു ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ഓപ്ഷൻ ഡൗൺലോഡ് ചെയ്യുക. ഫോർ വിൻഡോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഡൗൺലോഡ് ആകുന്നുണ്ട്. ഇത് ഏകദേശം 1 GB അടുത്ത് വരുന്നുണ്ട്. ഇത് ഈ ഒരു വേർഷനെ ഡിപ്പെൻഡ് ചെയ്യും. നിങ്ങൾ ഇത് വേറെ വേർഷനാണ് ഡൗൺലോഡ് ചെയ്യുന്നതെങ്കിൽ അതനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്യും. എപ്പോഴും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റേബിൾ വേർഷൻസ് നോക്കിയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഡൗൺലോഡ് ആയി കഴിയുമ്പോൾ നിങ്ങളത് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എൻ്റെ കയ്യിൽ വേറൊരു ഇതിൻ്റെ മുമ്പത്തെ വേർഷൻ്റെ ആൻഡ്രോയിഡ് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. അപ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും വരാം. ഓക്കെ, വെരിഫൈങ് ഇൻസ്റ്റാളർ. ഇവിടെ നിങ്ങൾ ഈ ഒരു വെൽക്കം ടു ആൻഡ്രോയിഡ് സ്റ്റുഡിയോൻ്റെ ഈ ഒരു സെറ്റ് ബോക്സിൽ നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ആൻഡ്രോയിഡ് വിർച്വൽ ഡിവൈസ്, ഇത് നിങ്ങൾക്ക് വിർച്വൽ ഡിവൈസ് യൂസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതായത് ഇമുലേറ്റർ പോലെ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ആൻഡ്രോയിഡ് എൻ്റെ ഫോൺ ഇവിടെ കാണിക്കണം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, പക്ഷേ എനിക്കിപ്പോൾ നിലവിൽ ഞാനത് ചൂസ് ചെയ്യുന്നില്ല. ഇവിടെയാണെങ്കിൽ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ മാത്രം നിങ്ങളുടെ ചെക്ക്ഡ് ആയിരിക്കണം. ഓക്കെ, ആൻഡ്രോയിഡ് വിർച്വൽ ഡിവൈസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ വേണ്ട. ഓക്കെ, ഇത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതോറും നമ്മുടെ ഡിസ്ക് സ്പേസ് നന്നായിട്ട് എടുക്കും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഈ ഒരു ഡിഫോൾട്ടായിട്ട് വരുന്ന ഈ ഒരു C ഡ്രൈവിലുള്ള ഈ ഒരു പാത്ത് തന്നെ നമുക്ക് ചൂസ് ചെയ്യാം. ആൻഡ്രോയിഡ് സ്റ്റുഡിയോ നെക്സ്റ്റ് കൊടുക്കുക, ഇൻസ്റ്റാൾ കൊടുക്കുക. ഓക്കെ, ഇവിടെ നമുക്ക് ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് എന്ന് കാണാം. ഇനി നമുക്ക് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. സ്റ്റാർട്ട് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഓണാക്കി വയ്ക്കാം. എന്നിട്ട് ഫിനിഷ് കൊടുക്കാം. ഓക്കെ, ഹെൽപ്പ് സിംഗു ഇവിടെ നമുക്ക് ഡൗൺലോഡ് സെൻഡ് എടുക്കാം. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇൻസ്റ്റാൾഡ് ആയിരുന്നു എൻ്റെ മുമ്പ്. അപ്പോൾ ഇതൊക്കെ ഞാൻ മുമ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രൊജക്റ്റുകളൊക്കെയാണ്. അപ്പോൾ നിങ്ങളുടെ ഈ പ്രൊജക്റ്റുകളൊന്നും ഡിഫോൾട്ടായിട്ട് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒരു ചെറുതായിട്ടൊരു വേറൊരു ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുക. ഇതിനകത്ത് ഈ ഒരു 3 ഡോട്ട്സിനകത്ത് നിന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഈ ഒരു 3 ഡോട്ട്സ് നിങ്ങൾക്ക് കാണാം. അതിനകത്ത് ക്ലിക്ക് ചെയ്യുന്നിട്ട് ഇവിടെ നേരെ താഴെയായിട്ട് SDK മാനേജർ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾ സെലക്ട് ചെയ്യാം. ഇവിടെ വന്നിട്ട് നമുക്കിവിടെ ആൻഡ്രോയിഡ് SDK എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ആൻഡ്രോയിഡ് SDKs ഇവിടെ നിന്ന് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്.
നമ്മളിവിടെ ആൻഡ്രോയിഡ് 10 ഏതെങ്കിലും ഒരു ആൻഡ്രോയിഡ് SDK എങ്കിലും ഇൻസ്റ്റാൾ ചെയ്ത് വയ്ക്കുക. അതായത് ഞാനിപ്പോൾ റെക്കമെൻഡ് ചെയ്ത ആൻഡ്രോയിഡ് 10 ആണ്, അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അതിലേക്കൊരു കുറച്ചുകൂടി മേളിലേക്കുള്ള ഏതെങ്കിലും ഒരു വേർഷൻസ് നോക്കിയിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കിവിടെ ഈ ഒരു SDKയുടെ ലൊക്കേഷൻ നമ്മളിവിടെ നിന്ന് ചൂസ് ചെയ്യുക. അതായത് ഇവിടെ ഓൾറെഡി ഡിഫോൾട്ട് ലൊക്കേഷൻ ഉണ്ടാവും. ഓക്കെ, അത് സെലക്ട് ചെയ്ത് വെച്ചിട്ട് അപ്ലൈ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻഡ്രോയിഡ് 10 SDK ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഇത്ര സൈസ് ഞാൻ ഇത്ര കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ ഇത് നമ്മൾ ഓക്കെ പ്രസ് ചെയ്യാം. ഓക്കെ, ഇത് ഫുള്ള് ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് ഫസ്റ്റിന് 37 MB ആണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഫുള്ള് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമ്മുടെ ആൻഡ്രോയിഡ് SDK ഇൻസ്റ്റാൾ ആയി കഴിയും. ഓക്കെ, ഇപ്പോൾ ഇവിടെ ആൻഡ്രോയിഡ് 10 ഇവിടെ ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ജസ്റ്റ് ഓക്കെ പ്രസ് ചെയ്യാം. ഓക്കെ, ആൻഡ്രോയിഡ് 10 ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അതുപോലെ ആൻഡ്രോയിഡ് SDK ഇവിടെ നമുക്ക് ഡൗൺലോഡ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് നോക്കാം. അതായത് നമ്മൾ ആൻഡ്രോയിഡ് SDK ചെയ്തു, ആൻഡ്രോയിഡ് ഓക്കെ SDK കമ്പോണൻറ്റ് ഇൻസ്റ്റാൾ ചെയ്യും. ഇനി നമുക്ക് ആൻഡ്രോയിഡ് ഇമുലേറ്റർ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ ഇപ്പോൾ നമുക്ക് ലൈവായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ എക്സ്റ്റേണൽ ഡിവൈസ് യൂസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന നിങ്ങളുടെ ഫോണോ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു നമ്മുടെ കമ്പ്യൂട്ടറായിട്ട് USB കേബിൾ ത്രൂ കണക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ അതിലോട്ട് ഡയറക്റ്റ് റൺ ചെയ്ത് നമുക്ക് റിയൽ ആപ്പായിട്ട് നമ്മുടെ റിയൽ ഫോണിൽ നമുക്ക് നമ്മുടെ ഈ ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതുകൂടാതെ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ഫോൺ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് അവൈലബിൾ അല്ല, നിങ്ങൾക്കൊരു ആൻഡ്രോയിഡ് ഇമുലേറ്റർ ആവശ്യമുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇമുലേറ്റർ സെറ്റപ്പ് ചെയ്യാവുന്നതാണ്. ഇമുലേറ്റർ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോൻ്റെ അകത്തുനിന്ന് തന്നെ നമുക്ക് ഇമുലേറ്റർ സെറ്റപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, AVD മാനേജർ പറഞ്ഞിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ പക്ഷേ ഞാൻ ഒട്ടും റെക്കമെൻഡ് ചെയ്യുന്നില്ല, കാരണം അത് അത്യാവശ്യം ഹെവി ആയിരിക്കും. നിങ്ങൾക്കിപ്പോൾ റാമോ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രോസസ്സിങ്ങിൻ്റെ പവറൊക്കെ ലോ ആണെങ്കിൽ നിങ്ങളുടെ സിസ്റ്റം നന്നായിട്ട് ലാഗ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് ആ ഒരു ഇമുലേറ്റർ ബൂട്ടായി വരാനൊക്കെ ഒരു ടൈമൊക്കെ എടുക്കാറുണ്ട്. പക്ഷേ നിങ്ങളുടെ ഒരു ഹൈ എൻഡ് സിസ്റ്റംസ് ഒക്കെ ആണെങ്കിൽ അതൊക്കെ നല്ല സ്മൂത്തായിട്ട് തന്നെ പോയിക്കോളും. അതൊന്നൊരു ഇഷ്യൂള്ള കാര്യമുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ഈ ഒരു ട്യൂട്ടോറിയൽ ഉണ്ടായത് നമ്മൾ ഇമുലേറ്റർ സെറ്റപ്പ് ചെയ്യുന്നില്ല, ഇതൊരു ഓപ്ഷണലായിട്ടുള്ളൊരു സ്റ്റേജാണ്. ഇത് നമ്മൾ ഇഗ്നോർ ചെയ്യാണ്. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് ഈ ഒരു എൻ്റെ ഡെവലപ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആവശ്യമുണ്ട്. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറാണ്. അപ്പോൾ നമ്മുടെ ക്രോം ഓപ്പൺ ചെയ്യുക. ഇവിടെ നിന്ന് VS കോഡ് ഡൗൺലോഡ് VS കോഡ് നമ്മൾ ചുമ്മാ പറഞ്ഞ് സെർച്ച് ചെയ്താൽ VS കോഡ് ഫോർ വിൻഡോസ്. ഓക്കെ, സെർച്ച് ചെയ്താൽ നമുക്കിവിടെ നമ്മുടെ ലിങ്ക് കിട്ടും. അത് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, ഇവിടെ നിന്ന് വിൻഡോസിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഈ ഒരു exe ഫയൽ ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ഞാൻ ഓൾറെഡി ഇത് ഇൻസ്റ്റാൾഡാണ്. VS കോഡ് എൻ്റെ സിസ്റ്റത്തിനകത്ത് ഓൾറെഡി ഇൻസ്റ്റാൾഡാണ്. ഇവിടെ I accept agreement കൊടുക്കാം, നെക്സ്റ്റ് കൊടുക്കാം, ആഡ് ടു പാത്ത്. ഓക്കെ, ഇത് നിങ്ങൾ ചെക്ക് ചെയ്ത് വയ്ക്കാം. ഇത് ചെക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫ്ലട്ടർ SDK ഇൻസ്റ്റാൾ ചെയ്തിപ്പോൾ ചെയ്ത പോലെ പാത്ത് വേരിയബിൾ നമുക്ക് എൻവയോൺമെൻറ്റിൽ മാനുവലി പോയി സെറ്റ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കാം, എന്നിട്ട് ഇൻസ്റ്റാൾ കൊടുക്കുക. ഇൻസ്റ്റാൾ കൊടുത്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഈ ഒരു VS കോഡ് ഇൻസ്റ്റാൾ. ഓക്കെ, ഇതിപ്പോൾ എൻ്റെ ഓൾറെഡി ഇൻസ്റ്റാൾഡാണ്, അതുകൊണ്ട് ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മുടെ എല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്യാം. അതിനകത്ത് ഫ്ലട്ടർ ഡോസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമാൻഡ് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഫ്ലട്ടർ ഡോസ്റ്റർ ഈ ചുമ്മാ നിങ്ങൾ എൻ്റർ ചെയ്യുന്നു സാർ. ഓക്കെ, ഇത് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു സമ്മറി കിട്ടും. എല്ലാം ഈ കാണിക്കുന്ന ഇത് കുറേ ചെക്സ് നടത്തും. ഈ ചെക്കുകളെല്ലാം നമ്മൾ പാസ്സാവുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യാം. ഫ്ലട്ടർ ഓക്കെ സ്റ്റേബിൾ ആയിട്ടുള്ള ചാനൽ വേർഷൻ 3.13 ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷനാണ്. വിൻഡോസ് വേർഷൻ ഓക്കെയാണ്. ഓക്കെ, വിൻഡോസ് വേർഷൻ 10 or ഹയർ ഹൈലി കമ്പാറ്റബിൾ ആണ്. ഓക്കെ, പിന്നെ വരുന്ന ചെക്കിങ് ആൻഡ്രോയിഡ് ലൈസൻസ് ആണ്. ആൻഡ്രോയിഡ് ലൈസൻസ് ചെക്ക് ചെയ്യുന്നു. ഓക്കെ, അതും ഓക്കെ. ക്രോം ഉണ്ട്. ഓക്കെ, വിഷ്വൽ സ്റ്റുഡിയോ. ഓക്കെ, നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്തു, ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്തു. പിന്നെ കണക്റ്റഡ് ഡിവൈസസ് നമുക്കിവിടെ 3 അവൈലബിൾ ഡിവൈസസ് ഉണ്ട്. അതായത് നിങ്ങളുടെ ഇവിടെ ഒന്നും കാണിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഞാനിവിടെ ഓൾറെഡി കുറച്ച് ഇമുലേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിൽ ആഡ് ചെയ്തിട്ടേക്കുന്നതുകൊണ്ടാണ്. അല്ലെങ്കിലും ഈ ഒരു ഓപ്ഷൻ വിഷയമില്ല. ഓക്കെ, പിന്നെ നെറ്റ്വർക്ക് റിസോഴ്സസ് നമ്മളെല്ലാം പ്രോപ്പർലി ഇൻ്റർനെറ്റ് എല്ലാം കണക്റ്റഡ് ആണ്. ഓക്കെ, വേറെ നോ ഇഷ്യൂസ് ഫൗണ്ട് ആണെങ്കിൽ നിങ്ങൾ ഫ്ലട്ടർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സിസ്റ്റത്തിനെ റെഡിയാക്കി കഴിഞ്ഞു. ഓക്കെ, സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഫ്ലട്ടർ ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാമെന്നാണ് കണ്ടത്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.